ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വിശേഷങ്ങളിലേക്കായി എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ ദിവസം ചില ഞെട്ടിക്കുന്ന മനസ്സിനെ പോലും കരയിപ്പിക്കുന്ന വല്ലാത്തൊരു കാര്യങ്ങളാണ് നടന്നത്. അതായത് ഒരു ഗർഭിണി വീഴുക എന്ന് പറഞ്ഞാൽ അത് ഒരു അമ്മയായവരെ സംബന്ധിച്ച് ഒട്ടും കണ്ടു നിൽക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നാൽ കരുണ ചെയ്തത് മഹാക്രൂരത. അതായത് മഹാലക്ഷ്മിയെ ചവിട്ടിത്തള്ളി താഴേക്കിടുകയാണ്. അവളുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ള കുഞ്ഞ്. അതോടുകൂടെ മഹാലക്ഷ്മിയുടെ ശല്യവും തീരണം. അവൾക്കറിയാം ഇങ്ങനെയൊന്നും സംഭവിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അതെ, എന്തെങ്കിലുമൊക്കെ നടക്കുകയും ചെയ്തു. പക്ഷേ മഞ്ജു അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് മഹാലക്ഷ്മിയെ കറക്റ്റിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് കണ്ണനെത്തുന്നത്. അതേസമയം അവിടെ ദുർഗയും ഉണ്ണിയാണ് ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് കരുണയ്ക്ക് ഒത്താശ പാടിയിട്ട് അവരാണെങ്കിൽ മഹാലക്ഷ്മിയെ മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും കൊണ്ടുപോവുക. അതോടുകൂടെ മരണങ്ങളായിരിക്കും സംഭവിക്കുക. പക്ഷേ മഞ്ജുവിൻ്റെ സമയോചിതമായ ഇടപെടലുകൾ കാരണം ഇപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി ഹോസ്പിറ്റലിലാണുള്ളത്. കണ്ണനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. കണ്ണൻ പൊട്ടിക്കരയുന്നുമുണ്ട്. എന്തായാലും ആ സമയത്ത് കരുണയ്ക്ക് ഭ്രാന്ത് ഇളകുന്ന പോലെയുള്ള ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. അവൾക്ക് ഇതല്ല, ഇതിനപ്പുറവും വരണം. ഇപ്പോഴുള്ളത് മഹി ഹോസ്പിറ്റലാണ് കേട്ടോ. നമുക്കറിയാൻ പറ്റും, ഒരു ഗർഭിണിക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊരു പനി വന്നാൽ പോലും ആ സമയത്ത് സൂക്ഷിക്കണം. അപ്പോൾ പിന്നെ വലിയൊരു വീഴ്ചയോ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ് നടക്കുന്നത്. അതിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മുടെ തോമസ് സാറിൻ്റെ അനുജത്തിൻ്റെ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നത്. കാര്യങ്ങളൊക്കെ അറിയുന്ന സമയത്ത് അദ്ദേഹം അവിടേക്ക് ഓടി എത്തുന്നുമുണ്ട്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു കൊടുക്കുക, അതുമാത്രമാണ് ആഗ്രഹം. കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുന്നു എന്ന് മനസ്സിലാവുന്ന നിമിഷം അനുജത്തിയോട് പറയുന്നുണ്ട്, രക്ഷപ്പെടുത്തണം. ഒരാളെയല്ല, രണ്ടുപേരെയും. കാരണം ഇതിലാർക്ക് എന്ത് ദുരന്തം സംഭവിച്ചാലും കണ്ണനത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. മഹിയാണ് മരിക്കുന്നതെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കണ്ണനും അവരോടൊപ്പം പോകും. അതോടുകൂടെ എല്ലാവരും ജയിക്കും. ശത്രുക്കളുടെ ജയമാണ് നടക്കാൻ പോകുന്നത്. അതൊക്കെ തോമസ് സാറിന് അറിയാം. പക്ഷേ അനുജത്തിക്ക് വല്ലാതെ ടെൻഷനും സങ്കടമൊക്കെ ഉണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല ചായ, എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും ഓപ്ഷൻ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ഒരാൾ, ഒന്നുകിൽ കുഞ്ഞ് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മ. പറ്റില്ല, നീ എങ്ങനെയെങ്കിലും ശ്രമിച്ചേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥനയോടുകൂടെ നിൽക്കുകയാണ്. ഒടുവിൽ കണ്ണൻ വരുന്നുണ്ട്. നേരത്തെയൊക്കെ ആണെങ്കിൽ കണ്ണനാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തോമസ് സാർ കൂടെ തന്നെയുണ്ട്. ഒരു മകനോടുള്ള വാത്സല്യം കാണിക്കുന്ന പോലെ അദ്ദേഹം ചേർത്ത് പിടിക്കുകയാണ്. കണ്ണ, ഇത് കൈവിട്ട് പോയി കണ്ണ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് അയാൾക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. കുഞ്ഞു പോയാലും മഹി പോയാലും രണ്ടും ഒരുപോലെയാണ്. രണ്ടുപേരും പോയാലോ അതും ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യം. അങ്ങനെ കണ്ണൻ കരയുന്ന സമയത്ത്, മോനെ കരയാതിരിക്കെ, ഈശ്വരൻ കൈവിടില്ല, പ്രാർത്ഥിക്കാം എന്നല്ലാതെ എനിക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹവും പറഞ്ഞിട്ട് എഴുതി തള്ളുകയാണ്. ആ സമയത്ത് കണ്ണൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇതിനിടയ്ക്ക് മഹിയുടെ അമ്മയെ വിളിക്കുകയാണ്. എന്നിട്ട് ദുരന്ത വാർത്ത അറിയിക്കുന്നു. ആ കരുണയില്ലായ്മ കാരണം അമ്മയ്ക്കും ആകെ ഭ്രാന്ത് പിടിക്കുകയാണ്. മഹാലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആ അമ്മയും എന്തെങ്കിലും ഒരു കടുങ്ക ചെയ്യും. അമ്മ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുന്ന സമയത്താണ് കരുണ അട്ടഹസിച്ചുകൊണ്ട് വരുന്നത്. അവൾ ഏകദേശം ഉന്മാദം പോലെ അവളുടെ ഒരു അവസ്ഥ. എന്താ ഈ കാര്യങ്ങൾ? അവൾ ചത്തോ? കുഞ്ഞു ചത്തോ? കുഞ്ഞിന് ജീവനുണ്ടോ? അവൾക്ക് ജീവനുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് മോഹിനിക്ക് ഭയങ്കര ദേഷ്യമാവുന്നു. അവളെ വലിച്ചീറി ഒട്ടിക്കാനുള്ള ദേഷ്യമാവുന്നു. ഇളയ മകളാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള കണ്ണിൽ ചോരയില്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ ആർക്കാ സഹിക്കാൻ കഴിയുക? അവരാണെങ്കിൽ തല്ലുകയാണ്. ആദ്യമായിട്ടാണ് ആ അമ്മ ആ മകളെ ഇങ്ങനെ തല്ലുന്നത്. ആ മകളെ എന്നല്ല, മഹിയെ പോലും തല്ലിയിട്ടില്ല. അങ്ങനെ ഒരു അവസരം മഹിയായിട്ട് ഒരുക്കിയിട്ടില്ല എന്നതാണ് 100% സത്യം. പക്ഷെ അമ്മയ്ക്ക് കൈ വെക്കേണ്ടി വന്നു. നന്നായിട്ട് കൊടുക്കാണ് കേട്ടോ. അവൾ അവിടെ അലറിക്കറിഞ്ഞ് വിളിക്കുന്നുണ്ട്. അവളുടെ തലമുടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് അവർക്കുള്ളത് നന്നായിട്ട് അമ്മ കൊടുക്കുന്നുമുണ്ട്. പക്ഷേ മഹിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്. ഹോസ്പിറ്റലിൽ മഞ്ജുവും വരുന്നുണ്ട്. അവർക്ക് സഹായിക്കാനായിട്ടുള്ളത് മാർക്കോയും സാഗറും മഞ്ജുവും ഒക്കെ തന്നെയാണ്. മറ്റേ ആരും അങ്ങനെ ആത്മാർത്ഥതയോടുകൂടെ നിൽക്കുന്ന അങ്ങനെ അധികം പേരൊന്നുമില്ല. പിന്നെ തോമസ് സാറുണ്ട്. അങ്ങനെ അനന്തും ലേഹയൊക്കെ ഉണ്ട്. അവരൊക്കെ ഇറങ്ങിയിട്ട് എല്ലാവരും വളരെ സങ്കടത്തിലാണ്. ലേഹയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്ന കരച്ചിലാണ്. കാരണം ലേഹയ്ക്ക് മഹി എന്ന് പറഞ്ഞാൽ അവളുടെ ഒരു ജീവിതത്തിലെ ഒരു പാർട്സാണ്. അതുകൊണ്ടൊക്കെ തന്നെ ആ കുഞ്ഞിനായിട്ട് കാത്തിരുന്ന ലേഹയും അനന്തും ഒക്കെ കരയുന്നുമുണ്ട്. എന്തായാലും ഇവിടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. കാരണം നേരത്തെ തന്നെ ആ അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിൽ കാണുന്ന അമ്മയുണ്ടല്ലോ, അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ കുഞ്ഞ് വളരെയധികം പ്രത്യേകതയുള്ള കുഞ്ഞാണ്.
ഈ കുഞ്ഞ് ജനിക്കേണ്ടതാണ്, അമ്മയ്ക്ക് ഈ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ല എന്ന് ആ അമ്മ വിധി എഴുതിയതുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അവരൊക്കെ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഡോക്ടർ ഒന്നും പറയുന്നില്ല, വളരെ നെഗറ്റീവായിട്ടുള്ള റിവ്യൂസാണ് അകത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുമുണ്ട്. ഏതാണ്ട് ആ ഒരു ഹോസ്പിറ്റൽ ആംബിയൻസ് അറിയാമല്ലോ. അങ്ങനെ മഹാലക്ഷ്മി കണ്ണ് തുറക്കുന്നില്ല, ആളിപ്പോഴും അബോധാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. നിറഗർഭിണിയായ മഹാലക്ഷ്മി വീഴുമ്പോൾ അവളും വല്ലാത്തൊരു ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തുന്നത് പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്നേ ചെയ്യാനുള്ളൂ, അതായത് കുഞ്ഞിനെ അമ്മയെ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ കുഞ്ഞിനെ പുറത്തെടുക്കണം. അല്ലാതെ മറ്റൊന്നും സാധ്യമല്ല. ഈ ഒരു അവസരത്തിൽ ഈ ഗർഭിണിയായ അമ്മയിൽ നിന്ന് കുഞ്ഞിനെ വേർപെടുത്തണം. അങ്ങനെ ഒരു സിസേറിയനാണ് നടത്തേണ്ടത്. എന്നാലും മാത്രമേ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ പലതും സംഭവിക്കാൻ പോവാണ്. മഹി എന്ന് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് പലതും ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ മഹി ഇപ്പോഴും ഒബ്സർവേഷനിൽ തന്നെയാണുള്ളത്. എന്തായാലും മഹാലക്ഷ്മി രക്ഷപ്പെടും, കുഞ്ഞിന് രക്ഷപ്പെടും. ഇതിനിടയ്ക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ദുർഗയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷെ കണ്ണൻ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു, ഇനി കരുണ എന്ന് പറയുന്ന ആ ഹിംസ്രജീവി ഇനി മുതൽ അവിടെ ഇല്ല. അതായത് അവരുടെ വീട്ടിലാണെങ്കിലും ഉണ്ടാവാൻ പാടില്ല എന്ന് വിധി എഴുതി കഴിഞ്ഞു. അതുമാത്രമല്ല, ഇത്രയൊരു പാതകം ചെയ്ത അവളെ ഏൽപ്പിക്കേണ്ടത് പോലീസിൽ തന്നെയാണ്. ഇതിപ്പോൾ ഒന്നല്ല, 2-3 അനുഭവങ്ങൾ ആ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. മുൻപ് മഞ്ജു പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞിനെയാണെങ്കിൽ ഇല്ലാതാക്കാനായിട്ട് ദുർഗ ചെയ്ത കാര്യങ്ങളും എല്ലാം കണ്ണൻ്റെ മനസ്സിലുണ്ട്. അത് ചെയ്തത് ദുർഗയാണെങ്കിലും അതിലൊരു കൈ കരുണയ്ക്കും കൂടെ ഉണ്ടെന്നുള്ള കാര്യവും നമ്മുടെ കണ്ണന് അറിയാം. അതുകൊണ്ടൊക്കെ തന്നെ കണ്ണനും ചില തീരുമാനങ്ങളിൽ എത്തുകയാണ്. ഇനി ഇങ്ങനെ ആയാൽ ശരിയാവത്തില്ല. അതായത് കുഞ്ഞ് വരുന്ന സമയത്ത് പോലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് കരുണ ശ്രമിക്കും. ഇനി ഈ കരുണയുടെ കണ്ണെത്താത്ത ദൂരത്ത് വേണം കുഞ്ഞ് വളരാനായിട്ട്. അത്രമാത്രം ദുഷ്ടത്തരം ചെയ്ത ഇവൾ പോകേണ്ടത് ജയിലിൽ തന്നെയാണ്. അവൾ ജയിലിൽ പോകുന്നത് എന്തായാലും പ്രതാപനും അവൻ്റെ അമ്മയും കാണണം. അവരും കൂടെ ഇതെല്ലാം ഓതിക്കൊടുത്ത് കൂടെ നിന്നതാണ്. അവർക്കെല്ലാം യഥാർത്ഥത്തിൽ ശിക്ഷ കിട്ടേണ്ടത് അത് കരുണയ്ക്കാണ്. കരുണയ്ക്കൊരു ശിക്ഷ കിട്ടിയാൽ ഏറ്റവും കൂടുതൽ ഷോക്കാവുന്നത് പ്രതാപനും മുത്തശ്ശിക്കും തന്നെയാണ്. എന്തായാലും അവരൊക്കെ ചേർന്നിട്ട് തന്നെയാണ്. അവരൊന്നും ഇപ്പോഴും അവിടെ ഇല്ലല്ലോ, ഇപ്പോൾ തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്. ആ സമയത്താണ് ഈ കരുണയെ നമ്മുടെ മോഹിനി തല്ലുന്നതും തല്ലി വീഴ്ത്തുന്നതും. അതുകൊണ്ട് തന്നെ അവൾക്കിനി അവിടെ നിൽക്കാൻ കഴിയില്ല. മോഹിനി അവിടെ കയറ്റില്ല, അതുപോലെ തന്നെ കണ്ണൻ അവരുടെ വീട്ടിലും കയറ്റില്ല. ഇതൊരു പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് തോമസ് സാറും എല്ലാവരും കൂടെ ഉപദേശിക്കുകയാണ് കേട്ടോ. കാരണം അതുമാത്രമല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് എന്താ അവിടെ റെക്കോർഡ് ചെയ്യേണ്ടത്, ഡോക്ടേഴ്സിനും എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ട് ഇത് എന്തായാലും കംപ്ലൈൻറ്റ് പോകും, കരുണ അകത്ത് പോവുകയും ചെയ്യും. അങ്ങനെ തന്നെ വേണം. ഇടും കാണാം.